Hello everyone, welcome to yet another episode of V&S Coding Labs. So നമുക്ക് ഇന്ന് കൺസോൾ ഔട്ട്പുട്ട് വിൻഡോയിലേക്ക് എങ്ങനെ കുറച്ച് വാക്കുകൾ പ്രിന്റ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായിട്ട് CPPയിൽ ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി അവൈലബിൾ ആണ്. അതിൽ ബേസിക് ആയിട്ട് കുറേ ഫംഗ്ഷനാലിറ്റികൾ ഓൾറെഡി ഉണ്ട്. നമ്മൾ അത് എടുത്ത് ഇവിടെ യൂസ് ചെയ്യുകയാണ്. ഈ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷനാലിറ്റി അനുസരിച്ച് ഹെഡർ ഫയലുകൾ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ IOStream എന്ന ഹെഡർ ഫയലാണ് യൂസ് ചെയ്യുന്നത്. IOStream എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം എന്നാണ്. അപ്പോൾ നമുക്കിവിടെ കൺസോളിലേക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് IOStream നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെഡർ ഫയൽ എന്താണ്? നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫംഗ്ഷനാലിറ്റികളുടെ ഡിക്ലറേഷൻ ഇരിക്കുന്ന ഫയലാണ് ഹെഡർ ഫയൽ. ഇനി ആ ലൈബ്രറിയുടെ ഫംഗ്ഷനാലിറ്റി എടുത്ത് എങ്ങനെ ഒരു സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യിക്കാൻ നോക്കാം. Cout കീബോർഡിലെ ലെസ് ദാൻ സിമ്പിൾ, അതിനെ നമ്മൾ സ്ട്രീം ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്നാണ് CPPയിൽ പറയുന്നത്. പിന്നെ ഡബിൾ കോഡ്സിനകത്ത് നമ്മുടെ സ്ട്രിങ്ങിനെ സ്പെസിഫൈ ചെയ്യും. അവസാനം സെമിക്കോളൻ ഉപയോഗിച്ച് നമ്മുടെ CPP സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിക്കാം. ഇനി Coutൻ്റെ താഴെ നമുക്കൊരു റെഡ് വിഗിൾ കാണാം. അതിൻ്റെ അടുത്തോട്ട് കർസർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഐഡൻറ്റിഫയർ Cout ഈസ് അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതിനുള്ള സൊല്യൂഷനും നമ്മൾ ആ റെഡ് ബൾബിൽ ക്ലിക്ക് ചെയ്താൽ കാണാം, ചേഞ്ച് ടു STD: Cout എന്ന് ആക്കാൻ പറഞ്ഞിരിക്കും. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിലെ ഫംഗ്ഷനാലിറ്റികളെ ഒരു നെയിം സ്പേസിൻ്റെ അകത്താണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ STD എന്നാണ് ആ നെയിം സ്പേസിൻ്റെ പേര്. STD: എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPPയിൽ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കിതിനെ ബിൽഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നെയിം സ്പേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോജിക്കൽ ഡിവിഷനാണ്. ഒരു സെറ്റ് ഓഫ് ടൈപ്പിനെ ഗ്രൂപ്പ് ചെയ്ത് അതുവഴി നെയിം കൊളീഷൻസിനെ ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നെയിം കൊളീഷൻസ് ഒഴിവാക്കുക എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് Cout എന്ന ഫംഗ്ഷൻ വേറൊരു നെയിം സ്പേസിൽ എഴുതാൻ സാധിക്കും. പക്ഷേ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിലെ Cout STD നെയിം സ്പേസിലാണ്. ഇവിടെ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളായി ബിൽഡായി. നമ്മളതിനെ റൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഹലോ വെൽക്കം ടു C++ വേൾഡ് എന്ന നമ്മുടെ സ്ട്രിങ് ഇവിടെ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കട്ട ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ വേറെ ഒരു സ്ട്രിങ് കൂടെ നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് STD: സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, Cout ഇൻസേർഷൻ ഓപ്പറേറ്റർ, എന്നിട്ട് നമ്മൾ വെൽക്കം ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് കൂടെ നമ്മൾ അഡീഷൻ ഇവിടെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതും എങ്ങനെ അതിൽ നമ്മുടെ കൺസോളിൽ പ്രിൻ്റ് ആവുമെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് ബിൽഡ് ചെയ്ത് റൺ ചെയ്ത് നമുക്ക് നോക്കാം. കുഞ്ഞു പ്രോഗ്രാം ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് ബിൽഡായി. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ കൺസോളിൽ വെൽക്കം ഡെവലപ്പേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വെൽക്കം ഡെവലപ്പേഴ്സ് വന്നു. പക്ഷേ ഇതെല്ലാം ഒരൊറ്റ ലൈനിലാണ് വന്നിരിക്കുന്നത്. വേറൊരു ലൈനിലേക്ക് പ്രിൻ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പയ്യെ പഠിക്കാം. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഓരോ തവണയും Cout കൊടുത്തപ്പോൾ STD: എന്ന് പറഞ്ഞു കൊടുത്താണ് നമ്മൾ കൊടുത്തത്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. ഇതിന് പകരമായിട്ട് നമുക്ക് ഗ്ലോബലി ഇതിനെ ഡിഫൈൻ ചെയ്ത് വെക്കാം. അതിനായിട്ട് യൂസിങ് എന്ന് പറഞ്ഞ ഒരു ഐഡൻറ്റിഫയർ യൂസ് ചെയ്ത് യൂസിങ് നെയിം സ്പേസ് STD എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് STD: സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ സ്കോപ്പ് റെസൊല്യൂഷൻ അത് നമുക്ക് ബിൽഡ് ചെയ്ത് നോക്കാം. സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെയിം സ്പേസ്, എന്നിട്ട് ആ ഒരു നെയിം സ്പേസിലുള്ള ഫംഗ്ഷനാലിറ്റികളെ ഈ സ്കോപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ബിൽഡ് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് വന്നിരിക്കുകയാണ്. പ്രീവിയസ് ട്യൂട്ടോറിയൽ വഴി നമ്മൾ കമ്പൈലറിനെ കുറിച്ചും ലിങ്കറിനെ കുറിച്ചും പഠിച്ചു. ഇനി നമ്മൾ കമ്പൈലേഷനും ലിങ്കിങ്ങിനും മുമ്പ് പ്രീ പ്രോസസ്സർ എന്ന ഫേസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ #include IOStream എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും പ്രീ പ്രോസസ്സർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ IOStream എന്ന ഫയൽ എടുത്ത് കോപ്പി ചെയ്ത് file1 CPPയുടെ കൂടെ വെച്ച് ഒരു ബിഗ്ഗർ ടെക്സ്റ്റ് ഫയലാക്കി മാറ്റും. ഇതാണ് നമ്മൾ കമ്പൈലറിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ഫുൾ എക്സിക്യൂഷൻ സൈക്കിൾ നോക്കാം. file1 CPP ഉണ്ടെങ്കിൽ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ഉണ്ടോ എന്ന് നോക്കും. അതായത് #സിമ്പിൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്. അതുണ്ടെങ്കിൽ പ്രീ പ്രോസസ്സർ ഫേസിൽ പോയി കമ്പൈലറിൽ പോയി ലിങ്കറിൽ പോയി നമ്മുടെ എക്സിക്യൂട്ടർ ഉണ്ടാവും. എങ്കിൽ കമ്പൈലർ ലിങ്കർ വഴി എക്സിക്യൂട്ടർ ഉണ്ടാവും. ഈ പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് മാക്രോസ്, കണ്ടീഷൻ കമ്പൈലേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.